നിൽക്കാൻ യോഗ്യതയില്ലാത്തൊരു വ്യക്തി എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ആൾ ആരാണ്, അതിന്റെ കാരണം എന്താണെന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. ഇൻഡിപെൻഡന്റ് ആയിട്ട് പറയാം. എനിക്ക് വന്നിട്ട് ഗബ്രി പറയണം. ഡ്യുവൽ ആയിട്ട് കളിക്കുക എന്ന് പറയുമ്പോൾ അതൊന്ന് വ്യക്തമാക്കാമോ? ഡ്യുവൽ ആയിട്ട് ഇപ്പോ രണ്ട് കണ്ടസ്റ്റന്റ് ഒരുമിച്ച് കളിക്കുന്ന പോലെ ഞാൻ എങ്ങനെയാണ് ആ ഡ്യുവൽ കണ്ടസ്റ്റൻസ് ഗെയിം കളിക്കുന്നത് എന്ന് വ്യക്തമാക്കാമോ എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. നിങ്ങൾ കൃത്യമായി നിങ്ങൾ ഒരുമിച്ചിരുന്ന് പ്ലാൻ ചെയ്ത കാര്യങ്ങളും നിങ്ങൾ കൃത്യമായി എക്സിക്യൂട്ട് ചെയ്ത കാര്യങ്ങളും ഇൻഡിപെൻഡന്റ് ആയിട്ട് കളിക്കേണ്ട ഗെയിമിൽ വരെ നിങ്ങൾ കൂട്ടുകൂട്ടി കളിച്ചതും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കളി എന്റെ അടുത്ത് നടക്കത്തില്ല. ഞാൻ സംഗതികൾ വളരെ സൂക്ഷ്മമായി കാണുന്നവരാണ്. അഭിപ്രായം ഇദ്ദേഹം എവിടെയെങ്കിലും കൈവിട്ട് എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നേരത്തെ സൂചിപ്പിച്ച ജാസ്മിൻ എന്ന ആള് ഗബ്രി സ്റ്റോപ്പ് ഇറ്റ്, ഗബ്രി നിർത്ത്, വാവത്തു, അങ്ങനെയൊക്കെ വാവത്തി പിടിക്കുന്നതും കൈ പിടിക്കുന്നതും നുള്ളുന്നതും ഞാൻ കൃത്യമായി കണ്ടിട്ടുണ്ട്. തോന്നുന്നത് നിങ്ങളിപ്പോൾ രണ്ട് ടീമിലാണെങ്കിലും ലെറ്റ്സ് ഇപ്പോൾ ഈ പറഞ്ഞ ഗബ്രി എന്ന് പറഞ്ഞ ആള് ടണലിലാണ്, ജാസ്മിൻ ടെന്നിലാണെങ്കിലും നിങ്ങൾ പരിപാടികളൊക്കെ അവതരിപ്പിക്കുന്ന ഒരുമിച്ച് തന്നെയാണ്. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നേ പറയൂ. ഇവിടെ ഒരു ചോദ്യം ചോദിക്കാം, അത് എസ് ഓർ നോ ആവണോ, അത് വലിച്ചു നീട്ടണമോ, സിബിൻ ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ, വലിച്ചു നീട്ടണമോ എന്നുള്ള ഫുൾ റൈറ്റ്സ് എനിക്കാണ്. ആയിട്ടാണ് ഉത്തരം വേണ്ടത്, പറയാൻ സൗകര്യമില്ല. നിലപാട് ആണെങ്കിൽ പറയാൻ സൗകര്യമില്ല. എന്നാൽ എനിക്ക് യെസ് എന്നോ നോ എന്നോ പറഞ്ഞിട്ട് എന്റെ കാരണം വ്യക്തമാക്കാനുള്ള അവസരം നിങ്ങൾ തന്നാൽ ഞാൻ ഇതിന് ഉത്തരം തരാം. ഇപ്പൊ തന്നെ ഇവനെ കണക്കാക്കി നിർത്തി പറഞ്ഞു വിട്ടേക്ക്. ഇങ്ങനെയുള്ളവരെ വീട്ടിൽ നിർത്താൻ പറ്റില്ല. ഞാൻ ചോദിക്കുന്നത് യെസ് ഓർ നോ. നോ കഴിഞ്ഞാൽ നിർത്തില്ല, നോ കഴിഞ്ഞാൽ നിർത്തില്ല. പറയുന്നു അങ്ങോട്ട് കേട്ടാ മതി, ഇങ്ങോട്ടൊന്നും പറയണ്ട. ഞാൻ ഇവിടെ എന്ത് സംസാരിക്കണം എന്നുള്ളത്, ചോദ്യങ്ങൾ എന്ത് വേണം എന്നുള്ളത് നിങ്ങളുടെ കാര്യമാണ്, നിങ്ങൾക്ക് ചോദിക്കാം. ഉത്തരം എങ്ങനെ വേണം എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തം. നിങ്ങളുടെ ചോദ്യം എസ് ഓർ നോ ആണ്, നിങ്ങൾക്ക് അങ്ങനെയാണ് ഉത്തരം വേണ്ടതെങ്കിൽ പറയാൻ എനിക്ക് സൗകര്യമില്ല. കിട്ടി പലിശ സഹിതം കിട്ടി.